Principles of natural justice. There are two fundamental principles of natural justice. They are doctrine of bias and odi alteram partem. First one, doctrine of bias. Doctrine of bias is also known as rule against bias. Bias means പക്ഷപാതം എന്നാണ് ബയസിന്റെ അർത്ഥം. സോ ഡോക്ട്രിൻ ഓഫ് ബയസ് എന്നും അറിയപ്പെടുന്നുണ്ട് റൂൾ അഗെയിൻസ്റ്റ് ബയസ്, പക്ഷപാതത്തിന് എതിരായിട്ടുള്ള റൂൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഡോക്ട്രിൻ ഓഫ് ബയസ് നിമോ ഡെബിറ്റ് എസ് എ ജുഡെക്സ് ഇൻ പ്രോപ്രിയ കോസ അല്ലെങ്കിൽ നിമോ ജുഡെക്സ് സുവ കോസ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ മാക്സിമത്തിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഈ ലാറ്റിൻ മാക്സിമത്തിന്റെ അർത്ഥം ഒരാളും അദ്ദേഹത്തിന്റെ തന്നെ കേസിൽ ജഡ്ജ് ആകുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ലാറ്റിൻ മാക്സിമിന്റെ അർത്ഥം. No man shall be a judge in his own case, and this doctrine of bias, it is applicable to judicial, quasi-judicial and administrative functions. ഈ doctrine of bias എന്നത് ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിന് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസിന് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ബയസ് ആപ്ലിക്കബിൾ അല്ല. നൗ നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. തൻ്റെ തന്നെ കേസിൽ ഒരു വ്യക്തിയും ഒരു ജഡ്ജ് ആകുവാൻ പാടില്ല. തൻ്റെ തന്നെ കേസ് എന്ന് പറയുമ്പോൾ തനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസ്, അതാണ് അർത്ഥം. സോ ഒരു വ്യക്തിയും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസിൽ ജഡ്ജ് ആകുവാൻ പാടില്ല അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റർ ആയിട്ട് വരുവാൻ പാടില്ല എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് ബയസ്. ഇനി തനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസിൽ ഒരു അഡ്ജുഡിക്കേറ്റർ ആയിട്ട് ഒരു പേഴ്സൺ വന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? യെസ്, അവിടെ നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെടും. നാച്ചുറൽ ജസ്റ്റിസ് അവിടെ കിട്ടുകയില്ല. സി, ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ട് ഒരാൾക്ക് ഒരു കേസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരിക്കലും തൻ്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ട് ആ കേസ് ഡിസൈഡ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജ്മെന്റ് ഇമ്പാർഷ്യൽ ആകണം എന്നുണ്ടെങ്കിൽ ആ അഡ്ജുഡിക്കേറ്ററിന് ഈ പാർട്ടീസുമായിട്ടോ കേസിലെ പാർട്ടീസുമായിട്ടോ അല്ലെങ്കിൽ ആ കേസിലെ സബ്ജക്ട് മാറ്ററുമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആ പാർട്ടീസുമായിട്ടോ അല്ലെങ്കിൽ ആ കേസുമായിട്ടോ ഉണ്ടെങ്കിൽ അത് ബയസ് ആണെന്ന് പറയാം. ഇനി നിമോ ജുഡെക്സ് സുവ കോസ, ദാറ്റ് ഈസ് നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്നുള്ള ഈ ഒരു മാക്സിമിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് അതർ പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ, ജസ്റ്റിസ് മസ്റ്റ് നോട്ട് മിയർലി ബി ഡൺ ബട്ട് അപ്പിയർ ടു ബി ഡൺ മാനിഫെസ്റ്റ്ലി ആൻഡ് അൺഡൗട്ടബ്ലി. അതായത് ജസ്റ്റിസ് നടപ്പാക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പ്രത്യക്ഷത്തിൽ തന്നെ ജസ്റ്റിസ് നടപ്പാക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ഡൗട്ടില്ലാതെയും കാണുവാൻ കഴിയണം. നമ്പർ 2, ജഡ്ജസ് ഷുഡ് ബി അബോവ് സസ്പിഷൻ. ജഡ്ജസ് എല്ലാവിധത്തിലുള്ള സംശയത്തിനും അതീതരായിരിക്കണം. ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഈ നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്നുള്ള പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇൻ ഷോർട്ട്, നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് means deciding authority must be impartial and without any interest in the case. That is, the adjudicator should not have any interest either in the subject matter or with the parties to the dispute. Clear? Now, types of bias. Mainly there are 3 types of bias. They are personal bias, pecuniary bias and bias as to subject matter. Number 1, personal bias. Personal bias always arises due to some personal relationship between the parties to the dispute and the judge. Yes, personal bias എപ്പോഴും ഈ ജഡ്ജിനും പാർട്ടീസ് ടു ദ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ പാർട്ടീസ് ടു ദ കേസിനും നടുവിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പ് മേ ബി ബ്ലഡ് റിലേഷൻഷിപ്പ്, ലവ് ഓർ അഫെക്ഷൻ, ബിസിനസ് കണക്ഷൻ. ഓക്കെ, സോ ദ ജഡ്ജ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ആകാം, റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ എനിമി ആകാം, അല്ലെങ്കിൽ ബിസിനസ് അസോസിയേറ്റ് ആകാം. ഇനി അദ്ദേഹം ഒരു പാർട്ടി ഡിസ്പ്യൂട്ടിലെ ഒരു പാർട്ടി തന്നെയാകാം. സോ എങ്ങനെയായാലും ഈ പാർട്ടീസ് ടു ദ ഡിസ്പ്യൂട്ടുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ജഡ്ജിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ബയസ് ആണ്. അത്തരത്തിൽ പേഴ്സണൽ ബയസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സച്ച് എ ബയസ് ഡിസ്ക്വാളിഫൈസ് എ പേഴ്സൺ ഫ്രം ആക്ടിങ് ആസ് എ ജഡ്ജ്. ആ കേസിൻ്റെ ജഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതിൽ നിന്ന് ആ പേഴ്സണെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പേഴ്സണൽ ബയസിൽ നമുക്ക് കേസ് ലോസ് ഓർത്ത് വയ്ക്കാനുണ്ട്.
പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിന് ഒരു കേസ് ലോ, പേഴ്സണൽ അനിമിറ്റി വ്യക്തിപരമായ വിരോധത്തിന് ഒരു കേസ് ലോ, പിന്നെ ജഡ്ജ് വിറ്റ്നസ് റിലേഷൻഷിപ്പിന് ഒരു കേസ് ലോ. ഫസ്റ്റ് വൺ, പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് കേസ് ലോ, AK ക്രൈപ്പാക്ക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്കുള്ള ഒരു സെലക്ഷന്, UPSC വഴിയുള്ള സെലക്ഷന് ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. നാഗിഷ്ബണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അദ്ദേഹം സെലക്ഷൻ കമ്മിറ്റിയുടെ മെമ്പറുമായിരുന്നു, അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റുമായിരുന്നു. നാഗിഷ്ബണ്ട് ഓൾറെഡി ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. അദ്ദേഹം ആ സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് അപ്ലൈ ചെയ്ത ഒരു കാൻഡിഡേറ്റുമായിരുന്നു. നാഗിഷ്ബണ്ടിൻ്റെ സീനിയർ ക്രൈപ്പാക്ക് എന്ന പേഴ്സണും ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. സോ സെലക്ഷൻ പ്രോസസ്സിൽ തൻ്റെ പേര് വിളിച്ചപ്പോൾ നാഗിഷ്ബണ്ട് ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ഡെലിബറേഷൻസിൽ, കൂടിയാലോചനകളിൽ നാഗിഷ്ബണ്ട് കലർന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നു, നാഗിഷ്ബണ്ട് സെലക്ട് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീനിയർ ആയിട്ടുള്ള ക്രൈപ്പാക്ക് സെലക്ട് ആയിട്ടില്ല. സോ സെലക്ട് ആകാത്ത ക്രൈപ്പാക്ക് സുപ്രീം കോർട്ടിൽ സെർഷ്യോറാരി ഫയൽ ചെയ്തു. UPSC സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് ജുഡീഷ്യൽ അല്ല, ക്വാസി ജുഡീഷ്യലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവോ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ സുപ്രീം കോർട്ട് പറഞ്ഞത് നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ ക്വാസി ജുഡീഷ്യൽക്കും അല്ലെങ്കിൽ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ആപ്ലിക്കബിൾ ആണ്. UPSCയുടെ സെലക്ഷൻ നടന്നിരിക്കുന്നത് അതൊരു പേഴ്സണൽ ബയസ് ആണ്. സോ UPSC സെലക്ഷൻ വോയിഡ് ആണ് എന്നുള്ള ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോർട്ട് കൊടുത്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസും അതുപോലെ തന്നെ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ആയാൽ പോലും അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിളെ ഫോളോ ചെയ്യണം എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു കേസ് ലോ ആണ് AK ക്രൈപ്പാക്ക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. നൗ പേഴ്സണൽ എനിമിറ്റിയുടെ കേസ് ലോ, മിനറൽ ഡെവലപ്മെന്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഈ കേസിൽ രാജാ നാരായൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദ മിനറൽ ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ചുറ്റുവട്ടത്തുള്ള ഏകദേശം ഒരു 3000 വില്ലേജുകളിൽ നിന്ന് 99 വർഷത്തേക്ക് മൈക്ക എക്സ്ട്രാക്ട് ചെയ്യുവാനുള്ള ലീസ് ഓർഡർ എടുത്തിട്ടുള്ള കമ്പനിയായിരുന്നു. അങ്ങനെയിരിക്കെ ഈ രാജാ നാരായൺ സിംഗ് അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റ് ആണ് വിൻ ചെയ്യുന്നത്. രാജാ നാരായൺ സിംഗ് അവിടെ തോറ്റുപോവുകയാണ് ചെയ്തത്. ഒപ്പോണൻ്റ് പേഴ്സൺ, ജയിച്ചു വന്ന പേഴ്സൺ റവന്യൂ മിനിസ്റ്ററായി. റവന്യൂ മിനിസ്റ്റർ ആയ ശേഷം അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ദ ബീഹാർ മൈക്ക ആക്ട് എനാക്ട് ചെയ്തു. ബീഹാർ മൈക്ക ആക്ടിൻ്റെ കീഴിൽ രാജാ നാരായൺ സിംഗിൻ്റെ ലീസ് ഓർഡർ ക്യാൻസൽ ചെയ്തു. രാജാ നാരായൺ സിംഗ് ഈ ഗവൺമെൻറ് ഓർഡറിനെ സുപ്രീം കോർട്ടിൽ ചലഞ്ച് ചെയ്തു. Under the following grounds, the Minister of Revenue stood in election against Raja Narayan Singh and won the election. ഈ ഇലക്ഷനിൽ രാജാ നാരായൺ സിംഗിന് എതിരായിട്ട് നിന്ന പേഴ്സണാണ്. അങ്ങനെയാണ് അദ്ദേഹം റവന്യൂ മിനിസ്റ്റർ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി റവന്യൂ മിനിസ്റ്ററായിട്ട് അദ്ദേഹം രാജാ നാരായൺ സിംഗിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിമിനൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബീഹാർ മൈക്ക ആക്ട് എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ആക്ട് ഓഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, മിനിസ്റ്ററിൻ്റെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് പേഴ്സണൽ റൈവൽറി ആണ്, പേഴ്സണൽ വിരോധത്തിൻ്റെ പേരിലുള്ള ഒരു റിവെഞ്ച് എടുക്കലാണ്. ഈ ഗ്രൗണ്ട്സിൽ രാജാ നാരായൺ സിംഗ് ഈ ക്യാൻസലേഷൻ ഓർഡറിനെ ചലഞ്ച് ചെയ്തു സുപ്രീം കോർട്ടിൽ. സുപ്രീം കോർട്ട് ഇദ്ദേഹത്തിൻ്റെ രാജാ നാരായൺ സിംഗിൻ്റെ ഈ എല്ലാ കണ്ടൻഷനും എല്ലാ വാദങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്വാഷ് ദ ഓർഡർ ഓഫ് ദി ഗവൺമെൻറ് ആസ് ദ ഓർഡർ വാസ് വോയിഡ് ആൻഡ് ഇല്ലീഗൽ. ഗവൺമെൻറ് ഓർഡർ വോയിഡ് ആണ്, ഇല്ലീഗലാണ്. അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളിനെ പിൻപറ്റിയുള്ളതല്ല. അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ബയസ് ആണ്, പേഴ്സണൽ റൈവൽറിയുടെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ക്വാഷ് ദ ഓർഡർ ഓഫ് ഗവൺമെൻറ്, ക്വാഷ് ചെയ്യാന്ന അസാധു ബീഹാർ മൈക്ക ആക്ട് അസാധു ചെയ്തുകൊണ്ടിട്ടുള്ള ഓർഡറാണ് സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പേഴ്സണൽ എനിമിറ്റിയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോ ആണ് മിനറൽ ഡെവലപ്മെന്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നൗ ജഡ്ജ് വിറ്റ്നസ് റിലേഷൻഷിപ്പിനുള്ള കേസ് ലോ, മീൻഗ്ലാസ് ടി എസ്റ്റേറ്റ് വേഴ്സസ് വർക്ക്മാൻ. ഈ കേസിൽ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ വർക്ക്മാനെ ബീറ്റ് ചെയ്തു, അടിച്ചു. എന്നിട്ട് മാനേജർ തന്നെ എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് ആ വർക്ക്മാനെ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസൽ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക്മാൻ കോടതിയെ സമീപിച്ചു.
The court held that the enquiry was vitiated by personal bias. Enquiry എന്നത് പേഴ്സണൽ ബയസ് കൊണ്ട് വിഷിയേറ്റാണ്, ദുഷിച്ചതാണ്, അല്ലെങ്കിൽ വികൃതമാക്കപ്പെട്ടു. എൻക്വയറി തന്നെ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. വർക്ക്മാന്റെ ഡിസ്മിസൽ എന്നത് പേഴ്സണൽ ബയസ് ആണ് എന്നാണ് കോടതി ഹെൽഡ് ചെയ്തത്. Now the second type of bias, pecuniary bias. Pecuniary means something related to money. ക്യാഷുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതിനെ കാണിക്കുന്നതാണ് pecuniary എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. So the pecuniary bias arises when the adjudicator has monetary interest in the subject matter of the dispute. കേസിന്റെ സബ്ജക്ട് മാറ്ററിൽ എപ്പോഴാണോ അഡ്ജുഡിക്കേറ്ററിന്, എപ്പോഴാണോ ജഡ്ജിന് മോണിറ്ററി ഇൻട്രസ്റ്റ് ഉള്ളത്, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അപ്പോഴാണ് എന്ത് പെക്യൂനിയറി ബയസ് ഉണ്ടാവുന്നത്. പെക്യൂനിയറി ബയസിന് രണ്ട് കേസസ് ലോസ് നോക്കാം. ആർ വേഴ്സസ് ബ്രാൻസ്ലി ആൻഡ് ആർ സി കൂപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ, ആർ വേഴ്സസ് ബ്രാൻസ്ലി. ഈ കേസിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആ ആപ്ലിക്കേഷൻ ഹിയർ ചെയ്ത 7 ജഡ്ജസിൽ 5 പേരും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. The court held that there was pecuniary bias and hence the grant of license was invalid. ഇവർ ഹിയർ ചെയ്ത 7 ജഡ്ജസിൽ 5 ജഡ്ജസിനും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നടത്തിപ്പിൽ പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, പെക്യൂനിയറി ബയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്ത ലൈസൻസ് ഇൻവാലിഡ് എന്നാണ് വിധി വന്നത്. Now second case law for pecuniary bias, R.C. Cooper versus Union of India. ഇത് ബാങ്ക് നാഷണലൈസേഷൻ സമയത്ത് ഇന്ത്യയിൽ നടന്ന കേസാണ്. കുറേ ബാങ്ക്സ് നാഷണലൈസേഷൻ ചെയ്യുവാനുള്ള ഓർഡർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. സോ ചില ജഡ്ജസിന് ഷെയർ ഉള്ള ബാങ്ക്സ് ഈ ബാങ്കുകളുടെ ലിസ്റ്റിൽ, നാഷണലൈസേഷനുള്ള ബാങ്കുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. സോ ആ ജഡ്ജസ് ഈ ബാങ്ക് നാഷണലൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ഈ ജഡ്ജസ് അവർ ആ കേസ് കേൾക്കുന്ന, ഹിയർ ചെയ്യുന്ന ബെഞ്ചിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നതിനുള്ള അവരുടെ ഇൻട്രസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിച്ചു. ബട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു തരത്തിലുള്ള ഒബ്ജക്ഷനും അവരോട് ആ ജഡ്ജസ് ആ കേസ് ഹിയർ ചെയ്യുന്നതിൽ പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ സെയിം ജഡ്ജസ് തന്നെ ആ കേസ് ഹിയർ ചെയ്തു. സോ ആ കേസ് ഹിയർ ചെയ്ത ജഡ്ജസിന് ആ കേസിൽ പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ വിധി ബാങ്ക് നാഷണലൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് നാഷണലൈസേഷൻ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആ ജഡ്ജസ് ജഡ്ജ്മെന്റ് കൊടുത്തു. സച്ച് എ ജഡ്ജ്മെന്റ് എന്നത് പെക്യൂനിയറി ബയസ് ആണ്. Now the third and final type of bias, that is bias as to subject matter, also known as official bias or ministerial bias or policy bias. എപ്പോഴാണ് ഒഫീഷ്യൽ ബയസ് നടക്കുന്നത്? കേസിൻ്റെ സബ്ജക്ട് മാറ്ററിൽ എപ്പോഴാണോ ജഡ്ജിന് ഒരു ജനറൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രീഫോംഡ് ആദ്യമേ തന്നെ ഉള്ള ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം ആ കേസിൻ്റെ സബ്ജക്ട് മാറ്ററിൽ ഉണ്ടെങ്കിൽ അപ്പോൾ എറൈസ് ചെയ്യുന്ന ഒരു ബയസാണ് ബയസ് ആസ് ടു സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ബയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്ററിന് എപ്പോഴാണോ ഒരു ഗവൺമെൻറ് പോളിസിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഗൈഡ് ലൈനോ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പോളിസിയോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ ആകണം, ആ രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു അഡ്ജുഡിക്കേറ്റർ പ്രവർത്തിക്കുമ്പോഴാണ് ഒഫീഷ്യൽ ബയസ് ഉണ്ടാവുന്നത്. യൂഷ്വലി ഒഫീഷ്യൽ ബയസ് എന്നത് അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല, പ്രൊവൈഡഡ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രീ ഡിസിഷൻ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഒഫീഷ്യൽ ബയസ് എന്നത് സീരിയസ് ആയി എടുക്കുന്ന ഒരു ബയസ് അല്ല. ഇനി ഒഫീഷ്യൽ ബയസ് എന്നത് മെയിൻലി 2 തരത്തിലുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ബയസ് ആൻഡ് പ്രീ ജഡ്ജ്മെന്റ് ഓർ പ്രീ ഡിസിഷൻ ഓഫ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റൽ ബയസിന്റെ കേസ് ലോയാണ് GN റാവു വേഴ്സസ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ്വേസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതിൽ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റൽ ബയസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ബയസ് വന്നതെന്നാൽ, ഫസ്റ്റ് ആ കേസ് കേട്ട ഹിയർ ചെയ്ത പേഴ്സൺ അല്ല ആ കേസിൽ ഡിസിഷൻ എടുത്തത്. സോ കേസ് ഹിയർ ചെയ്ത പേഴ്സൺ വേറെയാണ്, കേസിൽ ഡിസിഷൻ എടുത്ത പേഴ്സൺ വേറെയാണ്. സോ ജഡ്ജ്മെന്റ് എന്നത് ഒഫീഷ്യൽ ബയസായി. പിന്നീട് ആ ഒരു ഒഫീഷ്യൽ ബയസ് കറക്റ്റ് ചെയ്യപ്പെട്ടു, അതായത് കേസ് ഹിയർ ചെയ്ത വ്യക്തി തന്നെ കേസിൽ ഡിസിഷൻ എടുത്തു. സോ ഒഫീഷ്യൽ ബയസ് അവിടെ കറക്റ്റായി. ഇനി പ്രീ ജഡ്ജ്മെന്റിന് ഉള്ള കേസിലോ KS റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ്. ഇതിൽ ഒരു എൻക്വയറി ഓഫീസർ അദ്ദേഹത്തിൻ്റെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്
ആ അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ ഡിസ്മിസൽ നടത്തണം എന്നുള്ളൊരു ഒപ്പീനിയൻ മുന്നോട്ട് വെച്ചു. എൻക്വയറി ഓഫീസർ അദ്ദേഹം എൻക്വയറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അതിനു മുമ്പ് കുറ്റാരോപിതനെ ഡിസ്മിസ് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയൻ അദ്ദേഹം മുന്നോട്ട് വെച്ചു. The court held that the enquiry officer should not conduct the enquiry. കോർട്ട് എന്താണ് പറഞ്ഞത്? എൻക്വയറി ഓഫീസർ ആ എൻക്വയറി നടത്താൻ പാടില്ല. ബിക്കോസ് എൻക്വയറി ഓഫീസിന് ഓൾറെഡി ഒരു പ്രീഫോംഡ് ഒപ്പീനിയൻ ഉണ്ട് കേസിൽ. സോ അതൊരു ഒഫീഷ്യൽ ബയസ് ആണ്. So guys, that's all for doctrine of bias. Hope you all understood. See you all on my next video. Send me the feedbacks in comment section.